ഹലോ ഗീസ്, കാശിക്കുട്ടൻ കുറച്ച് നാളായിട്ട് പറയുന്നുണ്ടായിരുന്നു അവന് ബാഹുബലി ദോശ കഴിക്കണം എന്നുള്ളത്. ഇടയ്ക്കൊരു പ്രാവശ്യം ഞങ്ങൾ ചട്നി മാമിയിൽ വന്നപ്പോൾ ബാഹുബലി ദോശയുടെ ടൈം ആയിരുന്നില്ല, അതുകൊണ്ട് അന്ന് കഴിക്കാനും പറ്റിയില്ല കേട്ടോ. കാശപ്പൻ്റെ ആഗ്രഹം ഒന്ന് സാധിച്ചു കൊടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ നിതീഷേനും കാശിക്കുട്ടനും ചിന്തുചേനും പാറൂസും കൂടി ഇന്ന് ചട്നി മാമിയിൽ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. ബാഹുബലി ദോശ കഴിക്കാൻ വന്നാ എവിടെ കാശി, എവിടെ കാശി? സംഭവം മണിയൊക്കെ കിലുക്കി ബാഹുബലിയുടെ കിടിലെ മ്യൂസിക്കൊക്കെ ഇട്ട് ഭയങ്കര ബിൽഡപ്പോട് കൂടിയാണ് കേട്ടോ വരുന്നത്. കാണുമ്പോൾ തന്നെ നമുക്ക് എണീറ്റ് നിന്നൊന്ന് തൊഴുതാലോ എന്നൊക്കെ തോന്നിപ്പോയി. ഞാൻ ചെരുപ്പൊക്കെ ഊരിയതാണ്, പിന്നെയാണ് ആലോചിച്ചത് ദൈവമേ ഇത് അമ്പലമല്ലോ, നമ്മൾ ഭക്ഷണം കഴിക്കാൻ വന്നതല്ലേന്ന്. കുറച്ച് നാളായിട്ട് കാത്തിരുന്ന് കൈ കിട്ടിയ ബാഹുബലി ദോശ കണ്ടപ്പോൾ കാശിക്കുട്ടൻ്റെ എക്സൈറ്റ്മെൻറ്റ് അതൊന്ന് വേറെ തന്നെയായിരുന്നു കേട്ടോ. അവൻ്റെ സന്തോഷം കാണാൻ തന്നെ ഒരു പ്രത്യേക രസമായിരുന്നേ. അങ്ങനെ ഞങ്ങൾ 5 ആളും കൂടി ഓരോ സൈഡിൽ നിന്ന് മൽപ്പിടുത്തം തുടങ്ങിയിട്ടാ. എന്നാലും കഴിച്ചിട്ടും തീർന്നുണ്ടായിരുന്നില്ല. നല്ല ക്വാളിറ്റിയും ക്വാണ്ടിറ്റിയും ഒക്കെ ഉള്ള സംഭവമാണ് കേട്ടോ. ഫുഡ് മാത്രമല്ല, ഷോപ്പിൻ്റെ ആംബിയൻസും അടിപൊളിയാണ് കേട്ടോ. ഫാമിലി ആയിട്ടൊക്കെ എന്തെങ്കിലും ഫംഗ്ഷനൊക്കെ സ്പെൻഡ് ചെയ്യാൻ പറ്റിയ അടിപൊളി ഒരു സ്പോട്ട് തന്നെയാണ് കേട്ടോ. ഇന്നത്തെ ദിവസത്തിന് മറ്റൊരു പ്രത്യേകത കൂടി ഉണ്ടായിരുന്നു. ഇന്നെൻ്റെ ബർത്ത്ഡേയും കൂടിയായിരുന്നു. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഫുഡൊക്കെ കഴിച്ച് കുറച്ച് സെലിബ്രേറ്റ് ഒക്കെ ചെയ്തിട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ശരി, ടാറ്റാ, ബൈ.